സഞ്ചാരിക്ക് സ്വാഗതം. പ്രിയ സുഹൃത്തെ, നിങ്ങളെ ഈ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്യുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾക്ക് ഒന്നുകിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം കാരണം സ്വന്തം നാട് വിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ലോകം പിരിമുറുക്കം, പ്രതിസന്ധി, കഷ്ടപ്പാട്, ഭയം, മരണം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് കേൾക്കുന്ന നിങ്ങളിൽ മിക്കവർക്കും കഷ്ടപ്പാടിൻ്റെയും നഷ്ടത്തിൻ്റെയും സ്വന്തം കഥ ഉണ്ട് എന്ന് എനിക്കറിയാം. ഈ ലോകത്തിന് എന്താണൊരു കുഴപ്പം? ചിലർക്ക് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി രാഷ്ട്രീയത്തെയും സർക്കാരിനെയും ഉറ്റുനോക്കുന്നു. നിരവധി നൂറ്റാണ്ടുകളായി പല ഗവൺമെൻറ്റുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഗവൺമെൻറ്റും മറ്റു കാര്യങ്ങളിൽ എത്ര പര്യാപ്തമാണെങ്കിലും ഉത്തരം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്നുണ്ടെന്ന് വ്യക്തമാണ്. എന്നാൽ ഒരു ഗവൺമെൻറ്റിനും അതിൻ്റെ ജനത്തെക്കാൾ ശക്തരാകാൻ കഴിയുകയില്ല. ചിലപ്പോൾ പല അനീതികളും നിയമം കൊണ്ട് പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഒരു നിയമത്തിനും മനുഷ്യ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുകയില്ല. ആളുകൾക്ക് അവരുടെ മേൽ ചുമത്തിയിരുന്ന നിയമങ്ങൾ മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഒരു ധാർമ്മിക ദിശാസൂചകം ആവശ്യമാണ്. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വിദ്യാഭ്യാസമാണെന്ന് ചിലർ കരുതിയിട്ടുണ്ട്. ഇത് മാത്രമാണ് പ്രശ്നമെങ്കിൽ, വിദ്യാഭ്യാസം മാത്രമാണ് പൂർണ്ണമായ പരിഹാരമെങ്കിൽ, പൊതുനന്മയ്ക്കും ഏറ്റവും വലിയ നിസ്വാർത്ഥതയ്ക്കും ധാർമ്മികതയ്ക്കും സന്തോഷത്തിനും വേണ്ടിയുള്ള ഏറ്റവും വലിയ സമർപ്പണത്തിൻ്റെ സ്ഥലങ്ങളായിരിക്കും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഇത് സത്യമല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാകും. ചിലരുടെ കൈവശം അമിത പണവും ചിലരുടെ കൈവശം ആവശ്യത്തിന് പണമില്ലാത്തതുമാണ് പ്രശ്നമെന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ട്. ദരിദ്രർക്ക് കൂടുതൽ പണമുണ്ടെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് അവർ കരുതുന്നു. ലോകത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പണത്തിൻ്റെ വിതരണമാണെന്ന് അവർ കരുതുന്നു. പലർക്കും വളരെ കുറവും ചിലർക്ക് അമിതവുമുണ്ട്. എന്നാൽ ഇത് ദാരുണമായ ഒരു വസ്തുത തന്നെയാണ്. എന്നാൽ സാമ്പത്തിക വിതരണമാണ് പ്രധാനമെങ്കിൽ ഏറ്റവും കൂടുതൽ പണവും സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്നവർ ഏറ്റവും സന്തുഷ്ടരും നിസ്വാർത്ഥരുമായ ആളുകളാണെന്ന് പറയേണ്ടി വരും. എന്നാൽ ഇത് ശരിയല്ലെന്ന് നമുക്കറിയാം. ഇന്നത്തെ ലോകത്തിന് എന്താണ് കുഴപ്പം? യഥാർത്ഥ ഉത്തരം കണ്ടെത്തുവാൻ സൃഷ്ടിയുടെ സത്യവും ജീവനുള്ളതുമായ ദൈവത്തിങ്കിലേക്ക് നാം നോക്കേണ്ടതുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും മേൽ അവന് അധികാരം നൽകിയെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യന് ഈ അധികാരം നൽകിയപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ അധികാരം സ്വീകരിക്കണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമത്തിനെതിരെ മത്സരിക്കുകയും ദൈവത്തിൻ്റെ നിയന്ത്രണം നിരസിക്കുകയും ചെയ്തു. മനുഷ്യൻ ഇത് ചെയ്തപ്പോൾ യഥാർത്ഥ സമാധാനത്തിൻ്റെ ഏക ഉറവിടമായ ദൈവത്തിൽ നിന്ന് തന്നെ വിച്ഛേദിക്കപ്പെട്ടു. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ പിരിമുറുക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള പിരിമുറുക്കങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഫലം മാത്രമാണ്. ആളുകൾ ദൈവത്തിൽ നിന്നകന്ന് സ്വന്തം വഴിയിലേക്ക് പോയിരിക്കുന്നു എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ദൈവം നല്ലവനാണ്, മനുഷ്യൻ പാപിയാണ്. അതിനാൽ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു വലിയ വേർതിരിവുണ്ട്. സ്വന്തം ശക്തിയാൽ മനുഷ്യന് ദൈവത്തിങ്കിലേക്ക് മടങ്ങുവാൻ കഴിയാത്തത്ര വലിയ വേർതിരിവ്. എന്നാൽ ബൈബിൾ ദൈവത്തിൻ്റെ ലിഖിത വചനം പ്രശ്നം എന്താണെന്ന് പറയുക മാത്രമല്ല ചെയ്യുന്നത്, ബൈബിൾ പരിഹാരവും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണെന്നും എന്നാൽ അവൻ വളരെ പരിശുദ്ധനാണെന്നും തിന്മ ചെയ്യുന്നതിന് ആളുകളെ ശിക്ഷിക്കുന്നവനുമാണ് എന്ന് വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് പാപത്തെ അവഗണിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവസ്നേഹം മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവവുമായുള്ള സൗഹൃദത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിലെ ഈ രണ്ട് ഘടകങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ദൈവം തൻ്റെ പുത്രനെ
സ്വർഗത്തിൽ നിന്ന് അയച്ചു എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. മനുഷ്യവംശത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ മനുഷ്യ ശരീരം സ്വീകരിച്ചു. പക്ഷെ അവൻ പൂർണ്ണമായും പാപമില്ലാത്തവനായിരുന്നു. അവൻ്റെ പേര് യേശു എന്നായിരുന്നു. ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപം ഏറ്റെടുത്ത് യേശുവിൻ്റെ മേൽ ചുമത്തി. നാം അനുഭവിക്കേണ്ടുന്ന ശിക്ഷ യേശു അനുഭവിച്ചു. നാം മരിക്കേണ്ടുന്ന മരണം അവൻ വഹിച്ചു. നാം സഹിക്കേണ്ടുന്ന കുറ്റബോധം അവൻ സഹിച്ചു. പക്ഷേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവപുത്രൻ മരിച്ചതോടെ ബൈബിളിൻ്റെ സന്ദേശം അവസാനിക്കുന്നില്ല. കാരണം മരിച്ചുപോയ ഒരു രക്ഷകന് ഈ ജീവിതത്തിൽ നമ്മെ സഹായിക്കുവാൻ വലിയ ശക്തിയൊന്നുമില്ല. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം തൻ്റെ പരിധിയില്ലാത്ത ശക്തി ഉപയോഗിച്ചുവെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ മരണം, പാപം, ഭയം എന്നിവയുടെ മേൽ അവൻ വിജയം നേടിയെന്നത് തെളിയിക്കുന്നു. ദൈവവും താനും തമ്മിലുള്ള വേർപിരിയൽ മറികടക്കുവാൻ ഒരു മനുഷ്യന് കഴിയുന്ന പാലമാണ് യേശു. യേശു തന്നെക്കുറിച്ച് പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. ഈ കാരണത്താൽ താൻ പാപം ചെയ്തുവെന്ന് സമ്മതിക്കുകയും തൻ്റെ പാപത്തിനുള്ള ശിക്ഷ നൽകുവാൻ മരിച്ചവനായി യേശുക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നതിലൂടെ ദൈവമക്കളാകുവാൻ കഴിയും. നാം ദൈവത്തിൻ്റെ അധികാരം അംഗീകരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവേശിക്കുകയും നമ്മെ അവൻ്റെ മക്കൾ ഒരാളാക്കി തീർക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നതിനാൽ ദൈവം പാപത്തിന് പരിഹാരവും വിശുദ്ധിയും വെറുപ്പിൻ്റെ സ്ഥാനത്ത് സ്നേഹവും അസ്വസ്ഥതയുടെ പിരിമുറുക്കത്തിൻ്റെയും സ്ഥാനത്ത് സമാധാനവും നമുക്ക് നൽകുന്നു. ഏതൊരു ജനതയിൽ നിന്നോ ഭാഷയിൽ നിന്നോ ഉള്ള ആർക്കും ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തുവാൻ കഴിയും. അവനോട് പറയുക, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. നിങ്ങൾ പാപം ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറ്റബോധവും ശിക്ഷയും വഹിപ്പാൻ അവൻ കാൽവറി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അധികാരവും നിയന്ത്രണവും ദൈവത്തിനുണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മിൽ ഓരോരുത്തർക്കും ദൈവം നൽകുന്ന വാഗ്ദാനം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും. അതിലിങ്ങനെ പറയുന്നു, യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകുന്നു. ദൈവത്തിൻ്റെ മക്കൾ ഒരിക്കലും നശിക്കുകയില്ല. യേശു തന്നെ നമുക്ക് ഈ വാഗ്ദാനം നൽകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈ പ്രധാനപ്പെട്ട വിവരം കേട്ട താങ്കൾക്ക് ഈ ആപ്പിലൂടെയോ വെബ്സൈറ്റിലൂടെയോ നിങ്ങളുടെ ഭാഷയിൽ ലഭ്യമായ ബൈബിൾ കഥകൾ കേൾക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. അതിന് നിങ്ങൾ ശ്രമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.